എണ്ണ നെല്ലിക്ക എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, ഏറെ ദിവസം കേടാവാതെ സൂക്ഷിക്കാനും പറ്റുന്ന നല്ലൊരു നെല്ലിക്ക അച്ചാറാണ് ഇന്നത്തെ വീഡിയോ. ഇതിനുവേണ്ടി ഞാനൊരു 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ ഏകദേശം 1 കപ്പോളം വെളുത്തുള്ളി ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് കാന്താരിമുളകാണ്. കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാലും മതി. അത് മാറ്റി വെക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും കൂടി എണ്ണ ചേർക്കാതെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വറുത്തെടുത്താൽ മതി. ഉലുവ മൂത്ത് കഴിയുമ്പം കടുക് ഇങ്ങനെ പൊട്ടി തുടങ്ങും. അതാണ് കറക്റ്റ് പരുവം. നന്നായിട്ട് തന്നെ മൂക്കണം, അല്ലെങ്കിൽ ഒരു പച്ചച്ചുവ വരും. ചെറിയ തീയിൽ വേണം ചെയ്യാനും, അതല്ലെങ്കിൽ കരിഞ്ഞും പോവും. ഈ ഒരു പരുവത്തിലെത്തുമ്പം ദേ കടുക് കണ്ടോ ഇങ്ങനെ പൊട്ടി തുടങ്ങും. ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് തരിതരിയായിട്ട് ഇതിനെ പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടി ഞാനൊരു 1/2 കപ്പ് നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണയുടെ അളവ് കൂടുതലാണെന്ന് വിചാരിക്കേണ്ട, പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനാണ്. മാത്രമല്ല നല്ലെണ്ണ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതിലേക്ക് നെല്ലിക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതിനെ വരട്ടിയെടുക്കണം. നെല്ലിക്ക നന്നായിട്ട് വെന്ത് മൂത്ത് വരണം. പുറംവശമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം, ഉള്ളിലേക്കും വേവണം. അതുകൊണ്ടൊരു മീഡിയം ചൂടിൽ ഒരു 10 മിനിറ്റോളം ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നെല്ലിക്ക ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് മൂത്തില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് ചീത്തയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അച്ചാറാവുമ്പം കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ മാത്രമേ ഇതിലേക്ക് കാന്താരിമുളക് ചേർത്ത് കൊടുക്കാവൂ. അതല്ലെങ്കിൽ മുളക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. കാന്താരിമുളകും ചേർത്ത് ഒരു 3-4 മിനിറ്റ് കൂടി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുക്കുന്നത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് ചീത്തയാവും. ഇനി തീ ഏറ്റവും നന്നായിട്ട് കുറച്ചിട്ട് ഇതിലേക്ക് 3 വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടിയുള്ള ആ പൊടി, ആ മിശ്രിതവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. തീ അല്പം പോലും കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികൾ അങ്ങ് കരിഞ്ഞ് ഒരു കയ്പ്പ് രുചിയിലേക്ക് പോവും. അതുകൊണ്ട് ചെറിയ തീയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഈ മസാലകളൊക്കെ നന്നായിട്ട് നെല്ലിക്കയുടെ എല്ലാ വശത്തും ഒരേ രീതിയിൽ പൊതിഞ്ഞിരിക്കണം. ഇനി ഇതിലേക്ക് ഈ രുചിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം ഈ നെല്ലിക്കയിലേക്ക് ഉപ്പ് പിടിക്കണം. അതിന് വേണ്ട ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഈ അച്ചാറ് തയ്യാറാക്കി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ നല്ല മഴയും തണുത്ത കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ചീത്തയാവാൻ ഒരു ചെറിയ സാധ്യതയുണ്ട്. ഒരല്പം വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കാം. വേണമെന്നുണ്ടെങ്കിൽ അല്പം വിനാഗിരി കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ നല്ല നെല്ലിക്ക അച്ചാറ് തയ്യാറായി.